സാധാരണഗതിയിൽ ഒരു പത്രസമ്മേളനം എന്ന് പറയുന്നത് ഇതിന് അജണ്ട എന്തെങ്കിലും ഒരു ഉദ്ദേശം വിളിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ തുറന്നു പറയാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലില്ല. അതർ ദാൻ സീയിങ് യു. സീയിങ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് പത്രക്കാരനായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പാസ്റ്റാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. ഒരു പത്രക്കാരൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് കൗതുകമാണ്. കാരണം ഞാൻ പണ്ട് ചെയ്ത ചോദ്യം നാളെ ഒഴിവാണെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് യൂണിയൻ ഈ സംതിങ് ഗുഡ് പ്ലഷർ, മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കണ്ടുമുട്ടുകയാണെന്ന് കരുതുക. നമ്പർ 2, ഇതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ വന്നിട്ട് 50 വർഷത്തിലേറെയായി. ചെറുകൾ പറഞ്ഞില്ല, 1970 ഉത്തരാടത്തിൽ അപ്പോൾ 50 തികഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊരു തമാശക്ക് പറഞ്ഞു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 1974 കാമിനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഒരു ചെറിയ വേഷമായിരുന്നു. അന്ന് അതിൻ്റെ സംവിധായകൻ ബാബു നമ്പർ കൊല്ലത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ചെറിയൊരു വേഷം, ഒരു ക്യാമറ സീനിൽ ആ നർത്തകിയുടെ ഹാവഭാവങ്ങൾക്കൊപ്പം നമ്മൾ ഇൻവോൾവായിട്ട് കാണിക്കുന്നത് വലിയിരിക്കുകയാണ്. ഞാനെ കാണിക്കുന്ന എപ്പോഴാണ് ഡയറക്ടർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. പുള്ളി എന്നെ അവർക്ക് പോവാനായിട്ടാണ് കണ്ടത്. യു ഡു എന്ന് ഞാൻ പ്രേരിപ്പിച്ചു. കിട്ടിയ അവസരം വെച്ച് ഞാൻ അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. പോരാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ വേറൊന്നും ചെയ്യേണ്ട, ചെറിയ വേഷമാണെങ്കിലും എൻ്റെ പേര് ഇന്നതാണ്, ടൈറ്റിൽ കാർഡ് കൊടുത്തോളാം. നിങ്ങൾ വിശ്വസിക്കുകയില്ല, അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. എൻ്റെ പേര് പല ആൾക്കാരുടെ പേര് കൊടുത്തതിന് കൂടത്തിൽ കാലത്ത് വേണം. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പേര് സ്ക്രീനിൽ കണ്ടത് 1974. അങ്ങനെ നോക്കുമ്പോൾ 50 വർഷത്തിലേറെ ആയി. അപ്പം ആ 50 വർഷം തികയുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ട് നിങ്ങളെന്താണ് എന്നെ അസസ് ചെയ്തത് അതൊന്ന് കേൾക്കാം. എനിക്ക് പറയാനുള്ള പരാജയതയോ പരാജയമോ കുറച്ച് പറയാം. മനസ്സിനെ ഒന്ന് എന്താ പറയുക, പ്രശുദ്ധമാക്കാം എന്ന മട്ടിലാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. സോ ഐ ആം അറ്റ് യുവർ സർവീസ്. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് അണ്ടർ ദ സൺ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ എന്താ പറയേണ്ടത് സംഗമം ആരംഭിക്കാം. എൻ്റെ സമയത്തിരിക്കുന്നത് ഒരു പ്രതീകമാണ്. ഈ എൻ്റെ 50 വർഷം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാനായിട്ട് തുടങ്ങി വെച്ച 34 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച റോസസ് ഫാമിലി ക്ലബ് ഒരു കൂട്ടായ്മ, ഒരു കുടുംബ കൂട്ടായ്മയാണ്. അതിന് 34 വർഷമാണ് വാർഷികമാണെന്ന് ആരോഗ്യത്തിലുള്ള. അതോടൊപ്പം എന്നെ 50 വർഷം ചെയ്യുക. ഞങ്ങളുടെ ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ ആദ്യകാല മെമ്പറാണ്, ഇവിടുത്തെ പ്രസിഡന്റാണ് ശ്രീ പ്രദീപ്. ആരംഭിക്കും. നമസ്കാരം. ഇന്ന് മേനേജറിൻ്റെ 50 കൊല്ലത്തെ സിനിമാ ജീവിതവും റോസസ് ഫാമിലി ക്ലബിൻ്റെ ഫൗണ്ടറാണ് മേനേജർ. ഞങ്ങളുടെ 34ാമത്തെ ആനുവൽ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ് കോൺഫറൻസ്. ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വെള്ളം വെച്ചു. ഓക്കെ, who is to give me the first question? Sir, പ്രേം നസീറും തുടങ്ങാം. പ്രേം നസീറും തുടങ്ങാം. സാറിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ പ്രേം നസീറുമായിട്ട് സിനിമയുമായിട്ട് സാറൊരു സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, പ്രേം നസീർ 2 സിനിമ. അപ്പോൾ അതുമായിട്ടുള്ള സാറിനൊരു അനുഭവം, അദ്ദേഹവുമായിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ ആ ഡയറക്റ്റ് ചെയ്ത ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ, പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ കുട്ടിയിരിക്കുന്ന ആളെ കുറിച്ച് കാരണം ഞാനത് തുടങ്ങിയാൽ ഇപ്പോഴും നിൽക്കുക. ഞാൻ നസീർ സാറിനെ ആദ്യം കാണുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുക, ഇടവ മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അവിടെ വന്നു. നസീർ വർക്കലെ ഷൂട്ടിങ് വന്നിട്ടുണ്ട്, കേട്ടത് ഈ കാണുന്ന ആഗ്രഹം. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വിവാഹം സ്വർഗത്തിൽ നിന്നാണ് ചിത്രത്തിൻ്റെ പേര്.
സാറും ശ്രീരാമയാണ് അതിലെ ആർട്ടിസ്റ്റുകൾ. ഞാൻ ഈ ക്രൗഡിൽ ഒന്ന് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രഹ്മസത്തെ ഞാൻ ലൈഫായിട്ട് കാണും. ഞാൻ അന്തരം നോക്കുന്നതോ സാറിന് ഞാൻ കഴിയുന്നത് ക്രൗഡിൽ എന്നെ വിളിച്ചത് ഞാൻ എവിടെ കാത്തു നിൽക്കുന്ന പോലെ ഇവിടെ എന്നെ എവിടെ ചൂട് എടുത്തി ഞാനിങ്ങനെ ആവേശത്തിൽ സാർ നോക്കുന്നത് ഞാൻ ഈ പടത്തിൻ്റെ സംവിധായകനാരാണ് അത് സാർ പ്രതീക്ഷിച്ചിട്ട് നസേ എന്ന് നേരത്തേക്ക് നോക്കിയപ്പോൾ അകത്തുനിന്ന് നല്ല പൊക്കോ തടിയൊക്കെയുള്ള ഒരു മനുഷ്യൻ പൊക്കിയൊക്കെ സാധിക്കും. അദ്ദേഹം ആ പടത്തിൻ്റെ ഡയറക്ടറാണ് JD തോന്നുന്നത്. ഇതാ നിങ്ങൾക്ക് വലിയ ഫാൻ വന്നിരിക്കുന്നത് നമ്മളൊന്നും കാണണ്ട, നിങ്ങളെ അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ഒപ്പിട്ട് എൻ്റെ തലയിൽ അവിടെ നിന്നാണ് എൻ്റെ സിനിമ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം താങ്കൾ പറഞ്ഞവരെ അസീസ് സാറിൻ്റെ 2 പടങ്ങൾ ചെയ്യാൻ പിന്നീട് ഞാൻ പത്രക്കാരനാണ് അദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തത്. ശേഷം ആദ്യം അദ്ദേഹത്തിൻ്റെ മകനെ പടത്തിലിട്ട് ആദ്യം മകനെയാണ് ഞാൻ ഹീറോ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് കാര്യം നിസ്സാരമാണ്. അത് കഴിഞ്ഞിട്ട് പ്രശ്നം വീടുകളുണ്ട്. എന്നോട് ഇഫ് യു വാണ്ട് മീ ടു മേക്ക് എ ബ്രീഫ് കമന്റ് അബൌട്ട് പ്രേംനസീർ തറോ പക്ക ജെന്റിൽമാൻ പറയും. സാറിനെതിരെ ഒരു ലൈംഗിക അപവാദ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? എന്തെങ്കിലും കൂടാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മൂത്രമൊഴിക്കാനൊക്കെ പോകുന്നത് അവർക്ക് ഭിത്തി ഒരുപാട് അശ്ലീല എഴുതിയിരിക്കുന്നതാണ്. വായിച്ചിരിക്കാൻ റീതിങ്കിങ്ങും ആലോചനയൊന്നും കൊടുക്കാൻ പാടില്ല. പാട്ടത്തേക്ക് അതിനുള്ള സംശയമില്ല. ഞാൻ ആ ലൈംഗിക രോഗിയാണെന്ന് സംശയമുണ്ടോ? എന്നെ കണ്ടിട്ട് തോന്നുന്നു ഞാൻ ലൈംഗിക രോഗിയാണ് തോന്നുന്നു. എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? താങ്കളെൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമകളിൽ ലൈംഗിക രോഗമാണ്. അത് തന്നെയാണ് ഞാൻ വായിക്കൊണ്ടൊക്കെ പറഞ്ഞില്ല പറയാം. എനിക്ക് കാര്യം ബാധ്യതയില്ല. അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അടൂർവാസിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമകൾ വന്നിട്ടുണ്ട്. അടൂർവാസിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ. അതില് അഴിമതി നാരായണ എന്ന് പറയുന്ന ഫേമസ് ആയിട്ട് പോയിട്ട് സാർ തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പം ആ ഒരു അനുഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യം ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാം. അപ്പൊ അന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് ഇന്നിപ്പോ ഉത്തരവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതികളുടെ ഒരു സംഭവം അന്ന് PWD ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം സാർ സിനിമയായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതാണ് സിനിമയുടെ ഇതിവൃത്തമായിട്ട് വന്നത്. അപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്തെങ്കിലും പറയാൻ? അങ്ങനെ എനിക്ക് ഒരു കമന്റ് പറയാൻ പറ്റില്ല. അത് കറപ്ഷനെ ഒഴിവാക്കുന്നത് തടയാന്നല്ലാതെ ബൈ സെയിങ് ദാറ്റ് അഗൈൻ യു ആർ ആഡിങ് ടു കറപ്ഷൻ. ഇങ്ങനൊരു കറപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കറപ്ഷനെ പറ്റി നമുക്ക് വ്യാഖ്യാനം കൊടുക്കുക. കറപ്ഷൻ എന്നൊരു സൂക്ഷിച്ച രീതിയിലാണ് നമുക്ക് കറപ്ഷൻ പാടില്ല എന്നൊന്നും പറയാൻ സാധിക്കും. അതല്ല അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മുടെ ഇല്ല. കലിക. അപ്പൊ അതിൽ പക്ഷേ പോസ്റ്ററിലൊന്നും സാറിന്റെ പേര് എന്നുള്ള കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ അറിയാവുന്ന കഥയാണ്. അതായത് കലിക എന്ന് പറയുന്നത് മോഹനന്റെ കഴിവിൽ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ്. അതാണ് ഈ സിനിമ സിനിമ രൂപത്തിൽ വന്നത്. അത് നിർമ്മിച്ചത് നമ്മുടെ കൊല്ലം ബേസ് ആയിട്ടുള്ള രാധാസ് മനസ്സിലായി കൃഷ്ണസ്വാമിയുടേതാണ്. നാനാ ഗ്രൂപ്പാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ നിർമ്മാണ കലയിൽ ചെറിയ ആശയ വ്യത്യാസങ്ങൾ വന്ന് മാനസികമായ അകൽച്ച അവർക്ക് എന്നോടൊപ്പം പറയാം. അതിൻ്റെ പ്രതികാരത്തിനായിട്ട് പടം റിലീസായിട്ട് എൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ പടം സൂപ്പർ ഹിറ്റ് ഇഷ്ടപ്പെട്ടു. അതാണ് യഥാർത്ഥത്തിൽ
അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംവിധായകന്റെ പേരില്ലാതെ ഒരു സിനിമ ലോകത്താദ്യമായിട്ട് പുറത്തിറങ്ങിയത് കഴിയുക. എന്നിട്ടും ആ പടത്തിന്റെ സംവിധായകനെ പറ്റിയിട്ട് ഇത്രയും വർഷം കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ? അതിലാണ് എൻ്റെ വിജയം. മലയാളത്തിൽ കുടുംബ സംവിധായകൻ എന്നൊരു ടൈറ്റിലുള്ള 1980-കളിൽ താങ്കളുടെ പേര് വന്നു. അതിനുശേഷം അനേകം കുടുംബ സംവിധായകന്മാർ പിറവിയുണ്ട്. ഇന്നും താങ്കളെ കുറിച്ച് ഓർക്കുമ്പോൾ കുടുംബ സംവിധായകൻ എന്ന ടൈറ്റിൽ തന്നെയാണ്. ഇതാണ് ഈ ഫാമിലി കുടുംബത്തോളം ഒരു അറ്റാച്ച്മെന്റ്. അത് തന്നെയായിരുന്നു റോസസ് ക്ലബിന്റെ ആരംഭം. അല്ല, അതായത് റോസസ് ക്ലബിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ വീട് നന്നായ നാട് നന്നാവണം, നാട് നന്നായി വീട് നന്നാവണം. അപ്പൊ അതിനുള്ള നന്മ ഉദ്ദേശിച്ചാണ് എല്ലാ പ്രവൃത്തിയും. എനിക്ക് കുടുംബ മേന്മ നോക്കിയുള്ള കഥകൾ എഴുതാനാണ്. കുടുംബമാണ് ബേസിക് യൂണിറ്റ് സമൂഹത്തിൽ. നിങ്ങളുടെ 10 കുടുംബം ചെയ്ത് സമൂഹമാകും, 10 സമൂഹം ചെയ്ത് രാഷ്ട്രമാകും. ഇങ്ങനെ നയപരമാണെന്നുള്ളത് പ്രകടമാണ് അങ്ങോട്ട് പറയുന്നത്. കുടുംബം നന്നായെങ്കിൽ മാത്രമേ നാട് നന്നാവൂ. 1980-കളിലെ താങ്കളുടെ സിനിമയാണ് ഇന്നലെ സീരിയലുകൾ എന്ന് പറയുന്നത് തെറ്റുണ്ട്. ആ സീരിയലുകളുടെ യഥാർത്ഥ പിന്നാതാവ് ഒരു പരിധിയിൽ താങ്കളാണെന്ന് നിസ്സംശയം പറയാം. നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആശയങ്ങൾക്ക് മുണപോയി. ഞാൻ എന്താണ് ബാല്യമായ എന്ന് പറയുന്ന ഒരു സിനിമയിൽ സത്യമാശ സ്ത്രീക്ക് അഭിനയിച്ച കീഴാണ്. വളരെ ടച്ചിങ് ഒരു റിലേഷൻഷിപ്പാണ്. നമ്മൾ എത്ര പേര് ആ സിനിമ നമുക്ക് കഴിയും. അതിലൊരു പർട്ടിക്കുലർ സമയത്ത് രണ്ടുപേരും പിരിയാനായിട്ട് വരും. നമ്മുടെ ആഗ്രഹം പിരിയരുതെന്ന്, പക്ഷെ അവർക്ക് പിരിയേണ്ടി വരും. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമം. ആ വിഷമത്തിൻ്റെ വികസ്ഫുരണമാണ് പിന്നീട് ഏപ്രിൽ 18 ആ രംഗം വന്ന് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയാസിന് മോണോപ്ലൈ പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് പറഞ്ഞ കുടുംബ പ്രമേയങ്ങൾ അതിനാർക്ക് മോണോപ്ലൈ പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ് ഓരോ കാര്യവും മാറി അതിൻ്റെതായ രീതിയിൽ വ്യത്യസ്തത വരികയും ചെയ്യും. ഉദ്ദേശം എന്ന് പറയുന്നത് വീട് നന്നായ നാട് നന്നാവുന്ന ചിന്തയുള്ളതുകൊണ്ട് ഞാൻ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ എൻ്റെ സിനിമയിൽ കാണിച്ചിട്ടില്ലെന്നുണ്ട്. അതിന് പ്രേരണ വന്നാൽ ഞാൻ ഒഴിവാക്കും. ഈ 50 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോശാനുഭവങ്ങളും നല്ല അനുഭവങ്ങളും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും മധുരിക്കുന്ന ഓർമ്മകളാണ് സിനിമ അനുഭവത്തിൽ. സിനിമയുടെ കാര്യത്തിൽ മധുരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എല്ലാം നെല്ലിക്കയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കുന്നത് എല്ലാ അനുഭവങ്ങളും ഒരു കൈക്കറിയിലാണ്. അതുകൊണ്ട് മധുരിക്കുന്ന എന്നൊരു സംഗതി സിനിമയാണ്. ഇപ്പോൾ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയല്ലെങ്കിൽ അത് മധുരിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പരാതികളുണ്ട്, എൻ്റേതായിട്ടുള്ള പരിഭവങ്ങളുണ്ട്. എന്നെ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് വന്നാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരള ഒരു ഇന്റർവ്യൂവിൽ സാറ് നേരിട്ട ക്രൂരതകളെ കുറിച്ച് അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. അത് പക്ഷേ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൗമുദിൽ സാർ ഒരു ഇന്റർവ്യൂവിൽ താൻ നേരിട്ട ക്രൂരതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് എന്താണെന്നുള്ളത് ഇന്റർവ്യൂവിൽ സാർ അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് സാർ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ബന്ധമില്ല പറഞ്ഞാൽ ഇപ്പോഴാരെങ്കിലും സിനിമ മേഖലയിൽ വേട്ടയാണ്. ഇപ്പോഴാരെങ്കിലും സിനിമ മേഖലയിൽ വേട്ടയാണ്. ഞാനും കാണുന്നില്ല. ചക്രമത്തിൽ എഴുതുന്നു. വേട്ടയാണ്. വേട്ടയാടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഗെയിമാണ്. സിനിമ ഷോ ബിസിനസ് അല്ലേ. അതിൽ ഈ ടൈപ്പുള്ള പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ഒരു അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കാണും. അതുപോലെ തന്നെ ഈ സാറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിനിമകളിലൊക്കെ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ
കൊമേഴ്ഷ്യൽ വിജയം നേടിയിട്ടില്ല. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് പോകാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊമേഴ്ഷ്യൽ വിജയം നേടാത്തത്? അങ്ങനെ എനിക്കൊരു പരാതിയില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സക്സസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കൂടെ 50 ദിവസം, അടുത്ത കൂടെ 75 ദിവസം, അടുത്ത കൂടെ 100 ദിവസം ഈ പ്രത്യേകം പണ്ടെടുത്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡായിട്ടുള്ളത്. ചില സിനിമകൾ എടുക്കുമ്പോൾ അത്യാവശ്യം പോകണമെന്നില്ല, എല്ലാ സിനിമയും പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെങ്ങനെ പരാജയപ്പെടുന്നു നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി ഒന്നും ഞാൻ പരിഗണിക്കാറുമില്ല. അത് എല്ലാ സിനിമ ഓടാത്തത് അതിനൊരു കാരണം കാണും. ഓടുന്ന സിനിമയ്ക്ക് ഓടാത്ത സിനിമയ്ക്ക് കാരണമാണ്. ആ കാരണം കണ്ടുപിടിച്ചാൽ നമ്മൾ നടക്കില്ല. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് പ്രൂവ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. സാർ, അതുപോലെ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയ ഒരു ആളാണ് പറയുന്നത്. അതുപോലെ V&B പ്രൊഡക്ഷൻസ് പലർക്കും അറിയത്തില്ല. ഒരുപാട് പേർക്ക് അവസരങ്ങൾ V&B പ്രൊഡക്ഷൻസ് വഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നും മലയാള സിനിമ നിറഞ്ഞാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാറ്? V&B പ്രൊഡക്ഷൻസ് അല്ലല്ല, അത് പിന്നെ സിനിമകൾ നിർമ്മിക്കാൻ പിന്നെ കൂട്ടാക്കിയില്ല. നമ്മളായിട്ട് കൊണ്ടുവന്നു ഞാൻ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ വിശ്വാസ പ്രമാണം പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. എൻ്റെ പടത്തിൽ അങ്ങനെ ഒരു റോളുണ്ടാകാൻ ആ റോള് ആ കുട്ടിക്ക് ചെയ്യാൻ ഒരു യോഗ ഉള്ളതുകൊണ്ട് ചെയ്തു. അതുകൊണ്ട് ആ കുട്ടി ക്ലിക്കായി ഞാനാണ് അവരെ ആക്കിയതെന്നുള്ള അവകാശമൊന്നുമില്ല. ഞാൻ എനിക്ക് അവരെ ആക്കിയത്. പക്ഷെ എനിക്ക് അവർക്ക് അവസരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ. അവരെല്ലാം എല്ലാ പാടും അവർ ഇഷ്ടംപോലെ പഠനം ചെയ്തു, അവർ വിവാഹം കഴിച്ചു, അവർ വൃത്തിയുള്ള കുടുംബജീവിതത്തിൽ ചെയ്തു. അതിലും സന്തോഷം. അങ്ങനെ അന്നത്തെ കാലത്തെ ചില സിനിമകളുടെ പേരുകൾ ഒരുപാട് പറയാം. അത് യാദൃശ്ചിക സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ഏതാണ് സിനിമകളുടെ പേരുകളെ അന്നത്തെ കാലത്തെ പൊതുവായുള്ള പേരുകളായിരുന്നു ഇത് യാദൃശ്ചിക സംഭവിക്കുന്നതാണോ? സുഹൃത്തെ, അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുക. ഈ എല്ലാവരും പറയുന്നൊരു കാര്യമാണിത്. ഈ പേരുകാരത്തിൽ മിടുക്കനാണെന്ന് പറയാം. അങ്ങനൊന്നുമല്ല. ഇറ്റ്സ് സോ ഹാപ്പൻസ്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. ഞാൻ വ്യക്തമാക്കുന്നത് ഒരു സിനിമ എടുത്തു, മമ്മൂട്ടി ആയിരുന്നില്ല. അപ്പം അത് രാഷ്ട്രീയക്കാരുടെ കഥയായതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ രംഗത്തെ പല ഫ്രണ്ട്സും അതിന് ചിലരുടെ ഹാസ്യമുണ്ടായിരുന്നു, കാർത്തികേയനുണ്ടായിരുന്നു, പിന്നീട് PM ബഷീർ നാട്ടുകാരുള്ളത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അങ്ങനെയുള്ള 4-5 സുഹൃത്തുക്കൾ വെച്ചിട്ട് ഞാൻ രാഷ്ട്രീയക്കാരുടെ കുടുംബജീവിതം ഡിസ്കസ് ചെയ്ത് കൂടി. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശി അദ്ദേഹമുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് സദസ്സാണ്. കഥ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഗീതിൽ വെച്ചിട്ടാണ്. ഒരു സമയം പോയി 1 മണിയോ 2 മണിയോ കഥയിലെ ക്ലൈമാക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വൈകി വരും. 2-2:30 മണിയായപ്പോൾ അതൊക്കെ ശശീന്ദ്രൻ അക്ഷരമാണ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടെ പോയി ഇരിക്കുന്നത് അടിയന്തരം നൽകുന്നത് ഞാൻ ഓർത്തില്ല. ഈ മണി 3-4 കൊല്ലം കഴിക്കേണ്ട നിങ്ങൾ നയം വ്യക്തമാകുന്നു. അവിടുന്ന് എടുത്തതാണ് നയം വ്യക്തമാകുന്നത്. ആളുടെ ഞാൻ അപ്പോൾ ഒരു കയറ്റിലെത്തിയില്ല. ഇനി മറ്റുള്ളവർക്ക് എത്തിയില്ല. എന്നെ ഒരു പ്രൊഡ്യൂസർ എന്നെ കൊണ്ട് പണം ചെയ്യണം. പുള്ളിക്ക് ആരോ പറഞ്ഞു ഞാൻ ചെയ്താൽ ജയിക്കുന്നു. പുള്ളി അന്നത്തെ കാലത്ത് എനിക്ക് അഡ്വാൻസ് തന്നിച്ച് പോയി. ഞാൻ പണം ചെയ്യാമെന്ന് പറഞ്ഞു. കാശ് വാങ്ങി വെച്ചു, പണം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മദ്രാസ് ഞാൻ പ്രശ്നങ്ങളിലെന്ന സിനിമയുടെ റീറിക്കാളി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഡൽഹിയിൽ കയറുന്നു. അപ്പോൾ ഈ മനുഷ്യൻ തൃശ്ശൂർക്കാരനെ കയറുന്നു. 6 മാസം കഴിഞ്ഞു കാശ് തന്നിട്ട്. സാറേ ഞാനന്ന് വന്ന് സാറിന് കാശ് തന്നിട്ട് പോയതാണ്. എൻ്റെ സിനിമയുടെ കാര്യം എന്തായി? ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോൾ സാവകാശം തരണം. എപ്പോൾ സാവകാശം ഞാനൊരു 3 ആഴ്ച കിട്ടിയാൽ നമുക്ക് ചെയ്യാം. എന്നാൽ ശരി, 3 ആഴ്ച ഞാൻ വരാം. സാറൊക്കെ എൻ്റെ അദ്ദേഹമൊക്കെ റെഡി. ഞാൻ പിന്നെ എന്താ വീട്ടിൽ ഇരിക്കുകയാണ്. എന്ന് ചോദിച്ചു 3 ആഴ്ച കൂടി ഇവിടെ ആവുമെന്ന് ചോദിച്ചു. 3 ആഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. സൂക്ഷ്മം 3 ആഴ്ച പുള്ളി വീട് കയറും. സാറേ
കഥയുടെ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കഥ എനിക്കൊരു ഉത്തരം തരണം എന്താണ് നിങ്ങൾ ഇപ്പോൾ എപ്പോഴാണ് ഞാൻ എൻ്റെ ഈ വരുന്ന ഏപ്രിൽ വിഷു ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചെന്ന പടം റിലീസ് ചെയ്യും ഉറപ്പാണ് അതെ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നാൽ മതി എനിക്ക് സാർ കഥയൊന്നും സാർ പടത്തിൻ്റെ പേര് വന്നത് ഈ വീട് തൃശ്ശൂർ പോകണം പോയി പറയാൻ ചോദിക്കും ഉത്തരം പറയാം ഞാൻ പറയാൻ വൈകുന്നേരം പുള്ളി വന്നു ഞാൻ പറഞ്ഞു വിഷുവിനെ റിലീസ് ചെയ്യണം ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ പടത്തിൻ്റെ പേര് പറയാം പുള്ളി പോയി അപ്പൊ ഞങ്ങൾ ഏതും ചോദിച്ചു എന്തോ പറയുന്നത് ഏപ്രിൽ മാസം റിലീസാണ് ഏപ്രിൽ സംഭവം കിട്ടി നമുക്ക് പിന്നെ 18 എൻ്റെ നെക്കി നമ്പറാണ് പുള്ളി 7 മണിയാൽ തന്നെ വിളിച്ചു സാറേ അത് ശുദ്ധി ഞാൻ വിളിച്ചപ്പോഴത്തെ ഭാര്യ ചോദിക്കുന്നേ സാറേ ഈ പടത്തിന്റെ ഡേറ്റ് റിലീസ് ഡേറ്റ് അല്ല പേരാണെന്ന് ചോദിച്ചത് എൻ്റെ പടത്തിന്റെ പേരാണ് പിന്നെ എൻ്റെ ജോലി ഏപ്രിൽ 18 ഡേറ്റ് വേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായി കഥകൾ അങ്ങനെയാണ് ടൈറ്റിൽസ് ഉണ്ടാകുന്നത് ഞാനായിട്ട് ആലോചിച്ചുണ്ടാക്കുന്ന പേര് മലയാളത്തില് നായികമാരും സംവിധായകൻ ആ സ്വത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. അടിമാറ്റാൻ കുറെ ശോഭന പാർവതി ലിസി ആനി നന്ദിനി അങ്ങനെ ഒരു വലിയ നില നടന്മാരാണെങ്കിൽ വൈദ്യു തുടങ്ങിയ സംവിധായകരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശിഷ്യ സമ്പത്തുള്ള വ്യക്തിയാണ്. ഇത് ആ ശിഷ്യന്മാരുടെ ഭയങ്കരമായ വളർച്ചയാണ്. അഭിമാനം തോന്നിച്ചിരിക്കുന്നത് അതപ്പോൾ നമ്മളായിട്ട് ഒരു കാരണമായിട്ട് കിടന്നോളൂ പ്രൗഢി സ്വാഭാവികം. ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ക്ലാപ്പ് പോലും സിനിമയിൽ വന്ന ഒരാളാണ്. ആരുടെയും കീഴിൽ അസിസ്റ്റന്റ് ആവാതെ സിനിമാ സംവിധായകൻ, അതും വളരെ ചെറുപ്പത്തിൽ 21-22 വയസ്സ് പ്രായമുള്ള സംവിധായകൻ കാര്യം കഴിഞ്ഞു. ഇന്ന് സിനിമയുടെ ഏറെക്കുറെ 50 വർഷത്തിലെത്തി. ആ തുടക്കം വരുന്നത് എന്ത് തോന്നുന്നു? വളരെ സംതൃപ്തിയാണ്. മിക്സാണ്, അല്ലാതെ ടോട്ടലി ഹാപ്പി എന്നാണ്. എല്ലാത്തിൻ്റെയും മതിലിക്കുന്ന അനുഭവത്തിൻ്റെ പ്രയോജനപ്പെട്ടേക്കുന്നത് അത് നമ്മൾ തയ്യാറാണ്. സജീവമായ സിനിമാ പ്രവർത്തനം കാണുന്നില്ല. മനഃപൂർവ്വമാണോ അതോ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടിരിക്കുക. ഞാൻ നിങ്ങളോട് വലിയ ഇപ്പം പഠനം പറയാം. നേരത്തെ ആരും ചോദിച്ചിട്ടുണ്ട് ഈ രസകരമായ ഒരു സംഗതി അവിടെ പറയാം. അവിടെ പറഞ്ഞറിയാം. അതായത് എൻ്റെ ഒരു ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു സിനിമയാണ് സമാന്തരങ്ങൾ എന്ന സിനിമ ഞാൻ എടുത്തിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ സ്വാഭാവികമായിട്ട് ഞാനാണ്. എൻ്റെ ബാങ്കിലുള്ള പ്രൊഡ്യൂസർ. ഞങ്ങൾ ആ ചിത്രം ചിത്രാലയയിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് ചിത്രാലയയിൽ പ്രൊഫസർ ജഗതി ശ്രീകുമാർ മുകേഷ് അഭിനയിക്കുന്ന ഒരു സിനിമ നടന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്തിരുന്ന സിനിമ കാണുകയാണെന്നുള്ള കാര്യം ജഗതിക്കറിയാം. ജഗതിൻ്റെ സിനിമ കാര്യം വെച്ചാൽ രണ്ട് സ്മൂത്താണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ ജഗതി 6 വയസ്സുണ്ട്. ഒന്നുപോലെ അറിയാം. എടാ പോടാ പഠിക്കുന്നുണ്ട്. സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജഗതി ഇതിന്റെ പുതിയ പടം കണ്ടോണ്ടിരിക്കുന്നില്ലേ, അതിനൊരു സ്റ്റേറ്റ് അവാർഡിന്റെ മണമുണ്ടല്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ചോദിച്ചു, എന്താണ് അതൊരു സെൻട്രൽ ഗവൺമെന്റ് അവാർഡ് പഠിക്കുക എന്ന് ചോദിച്ചോണ്ട് ചിരിക്കുകയും ചെയ്തു വിട്ടു. അങ്ങനെ കാരണത്തിൽ ഞാൻ വേറെ മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചു വന്നത് ഞാൻ ചോദിച്ചു, എങ്ങനെ പടം? ഭാര്യ
കുഴപ്പമുണ്ടോന്നല്ലേ ചോദിച്ചത്. പടം കണ്ടോ? പടം കൊള്ളാമെന്ന് തോന്നുന്നു. ആ, ജഗതി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ജഗതി എന്ന് തോന്നുന്നു. ജഗതി തന്നില്ല വല്ല സ്റ്റേറ്റുകളിൽ കിട്ടിയത്. ഒരു കാരണമല്ല ഞാൻ വണ്ടി ചവിട്ടിക്കുന്നത്. സ്റ്റേറ്റാണ് സെൻട്രൽമെൻ്റ് വണ്ടി നിർത്തി അവൾ വരുന്നത്. ഇതിന് 3 നാഷണൽ അവാർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു പേരെന്ന് പറഞ്ഞാൽ 3 നാഷണൽ അവാർഡ് ഇതിന് കിട്ടുമെന്ന് പറഞ്ഞു. അവളൊന്നും കണ്ടില്ല. വണ്ടി വെട്ടി പോയി. നമ്മുടെ അവാർഡ് അനൗൺസ്മെന്റ് എന്നെ ആദ്യം കഴിക്കുന്നത് മുകേഷ്. പലതിനും നിങ്ങളെ ഞാൻ സമയം നിങ്ങൾ ആ ചിത്രാഞ്ജലി വെച്ച് പറഞ്ഞാൽ ഈ ചിത്രത്തിന് അവാർഡ് കിട്ടുമെന്ന് കിട്ടിയില്ല. എനിക്ക് കിട്ടി ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഫാമിലി വെൽഫെയർ, ബെസ്റ്റ് ആക്ടർ ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കരമായ സന്തോഷമാണ് എനിക്ക് തോന്നിയില്ല. എന്താണ് കാരണം എന്ന് ഇത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാനായിട്ട് പോകണം. അങ്ങനെ 1997 ഞാൻ അവാർഡ് വാങ്ങി ഡൽഹിയിൽ പോയപ്പോൾ അന്ന് സരോജിനിയായിരുന്നു ചെയർപേഴ്സൺ. ഞാൻ ഹരിദാസിൻ്റെ ഒരു ടീഷർട്ട് കുട്ടിയൊക്കെ വെച്ചപ്പോൾ 1997 ആയി പുറത്താണ്. അപ്പോൾ എനിക്കെതിരെ സരോജിനി ജൂറി മെമ്പേഴ്സ് അവിടുത്തെ ശങ്കർ മോഹനുണ്ട്, ഡയറക്ടർ ഓഫ് ഫെസ്റ്റിവൽസ്. എന്നെ ശങ്കർ മോഹൻ കണ്ടിട്ട് കൈ എന്നിട്ട് പരിചയപ്പെടുത്തി ആൾക്ക് സരോജിനി മാഡം ദിസ് ഇസ് രാജേന്ദ്രൻ, the man who played the railway station master's role in the film. സരോജിനി ലിറ്ററലി എന്നെ അങ്ങ് ഹഗ് ചെയ്തു. She cannot believe it. That old man in the film. I cannot believe it. സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഇത് എന്നെ ഇതിങ്ങനെ ശ്ലാഹിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഒരാൾ എന്നിങ്ങനെ പിയേഴ്സിംഗ് ലുക്ക് നോക്കുന്നു. എനിക്ക് ആ ലുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് ഇവർ നടന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ എന്നെ കേൾപ്പിച്ചു. ഹലോ സർ, മൈ നെയിം ഈസ് ദിസ്. ഹിസ് നെയിം ഈസ് ഖണ്ഡേവാല. I am from Bombay and I was doing my job. പിന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാരമാണ്, എനിക്ക് ഒന്ന് ഇറക്കി വെക്കണം, നിങ്ങൾ സഹായിക്കുക. വേറെ ഞാൻ സ്റ്റേ ചെയ്യുന്ന ഷോപ്പാണ്. ഗൂഗിൾ നമ്പർ എന്തോന്നും പറയാനുള്ളത്. ഞാൻ കൊണ്ട് നടക്കുകയാണ് ഈ ഭാരം. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യും. നമ്മൾ കുടുംബത്തിൽ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നിരിക്കും. ഞാൻ താങ്കളെ കുറിക്കുക. അവിടുത്തെ വെള്ളത്തിലൊക്കെ ഞാൻ വിട്ടുപോയി. അവാർഡ് കഴിഞ്ഞിട്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വാങ്ങി ഇവർ കാണിക്കുന്ന വൃത്തിയോട് താമസിക്കുന്ന പോയി ചായ കുടിച്ചതിൻ്റെ ആശയമുള്ളൂ. റൂം വാടക മാത്രം സർക്കാർ കൊടുത്തു. ആ ബില്ല് പേ ചെയ്യാണ്ട് ഞാൻ ഫയൽ നടത്തി. ഞാൻ നിൽക്കുന്നത് ഇയാളെ ലിഫ്റ്റ് പറയും. എന്നെ വിളിച്ചില്ല. നമ്മൾ വിട്ടുപോയത് എന്നാ ഞാൻ പറയാം. ഈ ടോൾമി സ്റ്റോറി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അവാർഡ് നിശ്ചയം പൂർത്തിയായപ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഐ വാസ് ദ ബെസ്റ്റ് ആക്ടർ. ദാറ്റ് മീൻസ് ഐ ആം ആളുകൾ ഒറ്റയ്ക്കാണ്. And my film was the best feature film in India. And I was the best director. ഈ 3 അവാർഡും രാജേന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ് തീരുമാനം ആകേണ്ട സമയം വന്നപ്പോൾ അതിനകത്ത് ഒരു തിരുമറി നടത്തി. ആ തിരുമറി കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെ നന്നായി തിരുമറിച്ചിട്ടാണ് ഈ രീതിയിൽ മാറിപ്പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ഇതിഹാസമായി മാറിയിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞ നിങ്ങൾ ഒന്ന് കാണുക. ആ ബുക്ക് ഒന്ന് യു കൻ സീ വാട്ട് ഹി സേസ്. ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചൊന്ന
Kaushalya Devi was the chief chairman. More percent and the after ultimately individually after leaders and രാജപാളയം ശേഷം അവർ ജന ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ വരാതെ എൻ്റെ ഉമ്മ നിന്ന് തീർന്നില്ലാത്ത 16 After seeing the films, when the final decision was to take place, we decided that a film directed by Mr. Balachandran Menon was to be given the award. And that film was so good, performance was so good, that we all had come to this conclusion that the same gentleman should be given the Best Actor award, and the film was Best Feature Film award. So this is very unusual feature. The 3 awards are given to one film. So when we set for the final discussion, everybody was almost came to this conclusion that 3 awards should be given to Mr. Menon. But then suddenly one gentleman, one of the jury members, and then 1 or 2 more persons joined in. They were from, one of them was from Malayalam industry. I was shocked when the award is given to one particular language, and the best awards, 3 awards, why this gentleman is objective? Any comment from your side? സാറിന് റെയിൽവേയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ സാറിൻ്റെ സിനിമ സമാന്തരങ്ങൾ ഉണ്ടായത്. ഞാൻ ആ ലൊക്കേഷനിൽ കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്ത്. അപ്പം അതിൻ്റെ ഒരു അനുഭവമുള്ള റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് എന്തൊരു അനുഭവം പറഞ്ഞാട്ടെ ഇതിൻ്റെ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി അനുഭവം പറഞ്ഞു. അവിടെ നടന്നതാണ്. അതാണ് ഞാൻ പറയാതെ പുള്ളി കൊടുത്തതാണ് ഗ്രഹിച്ചത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഇത്രയും 50 വർഷത്തിനിടയ്ക്ക് ഓർമ്മിക്കാൻ മനസ്സിലെന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങളിലൊന്ന് ഇതൊക്കെ തന്നെയാണ്. ഇതിനെ നമ്മൾ അതിജീവിക്കുന്നത്. പ്ലീസ് പറയൂ. ഈ അന്ന് ഇതേപോലെ താങ്കൾക്ക് അവാർഡ് നിഷേധിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ അവാർഡ് നിഷേധിക്കാൻ വേണ്ടിയിട്ട് ആരാക്കിയാലും ഇടപെട്ടുള്ള കാര്യം തകരാറിയോ അവാർഡ് തകരാറ് അവാർഡ് ഇടപെട്ടുള്ള അദ്ദേഹം പറഞ്ഞല്ലോ അത് കേരളത്തിൽ ആരാണ് അതിനെപ്പറ്റി അത് എൻ്റെ ഒരു മേഖലയെ പറ്റി ഞങ്ങൾ പറഞ്ഞ കാര്യം റെക്കോർഡ് വിളിപ്പിച്ചു. അത് 1997 1997 എനിക്ക് അവാർഡ് കിട്ടിയത്. അന്നത്തെ കാലത്തെ കാര്യമാണ്. എത്ര വർഷമായി? ഇത് സത്യമായിട്ടിരിക്കുന്നതല്ലോ. അതുകൊണ്ട് മാത്രം സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ശേഖരത്തിലുണ്ട്. സാറിന്റെ ഡയറക്ഷനിൽ പുതിയ സിനിമ അവിടെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അറ്റിറ്റാണ്. നമ്മൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. സിനിമ സംഭവിക്കുന്നതാണ്, ഉണ്ടാക്കുന്നതാണ് അല്ലേ? എത്ര നമ്മൾ വിചാരിച്ചാൽ സംഭവിക്കണം. ഇവിടെ സിനിമ എന്ന് പറയാൻ പറ്റും. സാർ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ സിനിമയ്ക്ക് കാര്യമുണ്ട്. ഈ സിനിമ മോശമാണെന്ന് തീർച്ചയായിട്ടും റിലീസിന്റെ അന്ന് തലേ ദിവസം രാത്രി ടെൻഷൻ ഉണ്ടാവും. സ്വാഭാവികമാണ്. എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ തയ്യാറായിട്ടില്ല. ഫസ്റ്റ് ഷോ ഞാൻ കേരളത്തിൽ ഒപ്പിരുന്നതെന്നാണ് അവരറിയാറ്. ഞാൻ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആണ് കേരളത്തിലുള്ളതെങ്കിൽ അപ്പം ഞാൻ സിനിമ മാറും. അതിനകത്ത് ഞാൻ ചിരിക്കാൻ പറ്റുന്ന ആൾക്കാർ കരയും, ഞാൻ കരയാത്തതൊക്കെ ചിരിക്കുകയും ചെയ്യാൻ ഉണ്ടാകാറില്ല സാറിന്.
പ്ലീസ് പ്ലീസ് ഏത് ആ ഗൗരിയൊക്കെ എനിക്ക് പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇല്ലില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു കമന്റ് താങ്കൾ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ലീഡർ കരുണാകരനാണ്. അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഏപ്രിൽ 18 സമയത്താണ് ഓർക്കണം, 1984. അന്നത്തെ ഒരു ബാച്ച് സാംസ്കാരിക ആൾക്കാരെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു സാവിത്രി ലക്ഷ്മണം അത് ഒരു ബാച്ച് ഇലക്ഷൻ അത് കൂടുതലായിരുന്നു എന്നെ കൂടെ എന്തെങ്കിലും കാസ്റ്റ് ചെയ്തു. ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. കോൺഗ്രസിനല്ല വേറെ. ഞാനത് പിന്മാറിയ കാരണം മനസ്സമാധാനമാണ് എഴുതിയത്. കാരണം എനിക്കത് കോളേജ് നമ്മൾ എന്താ പറയണ്ടേ, 10 പേരിൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് മാറ്റേണ്ട വാർത്ത വരുന്ന ഒരു ജനാധിപത്യമുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ അത്ര പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിലും ഭേദം വേണ്ടെന്ന്